നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ഉള്ളുകൊണ്ട് ആഘോഷിക്കുകയാണ് അമേരിക്ക. റൈസിക്ക് അനുശോചനം അറിയിച്ചു നടത്തിയ പ്രസ്താവനയിലും നെഞ്ചത്തിട്ടൊരു കുത്ത്. റൈസിയുടേത് രക്തം പുരണ്ട കൈകളെന്ന് യുഎസിന്റെ പ്രഖ്യാപനം. റൈസിയുടെ നിര്യാണത്തിൽ വാഷിംഗ്ടൺ ഔദ്യോഗികമായി അനുശോചനം അറിയിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതികരണവും നടത്തിയത്. ഒരുപാട് പേരുടെ രക്തം പുരണ്ട കൈകളാണ് റൈസിയുടേതെന്ന് യുഎസ് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇറാനിൽ നടക്കുന്ന ക്രൂരമായ മനുഷ്യാവകാശ ധ്വംസനങ്ങളിലും ഹമാസ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾക്ക് പിന്തുണ നൽകുന്നതിലും റൈസി ഉത്തരവാദിയാണെന്നും കിർബി പറഞ്ഞത്. എന്നാൽ റൈസിക്ക് ജീവഹാനി ഉണ്ടായതിൽ യുഎസിന് ദുഃഖമുണ്ടെന്നും ഉചിതമായ രീതിയിൽ ഔദ്യോഗിക അനുശോചനം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജീവിതാവസാനം വരെ യുഎസിന്റെ ഉപരോധ പട്ടികയിലുണ്ടായിരുന്നയാളാണ് റൈസി. ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ ജഡ്ജിയായിരിക്കുമ്പോൾ 1988 ഇറാൻ ഇറാഖ് യുദ്ധത്തിന് ശേഷം രാഷ്ട്രീയ തടവുകാരായ 5000-ലേറെ പേരെ വിചാരണയില്ലാതെ തൂക്കിലേറ്റാൻ വിധിച്ച സംഭവത്തെ തുടർന്നാണ് റൈസിക്കെതിരെ യുഎസ് ഉപരോധം ഏർപ്പെടുത്തിയത്. യുഎസിന്റെ വാക്കുകളിൽ പൊള്ളി നിൽക്കുകയാണ് ഇറാൻ. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെ കലിതുള്ളുകയാണ്. എങ്കിലും മൗനം പാലിക്കുകയാണ് ഇറാൻ. റൈസിയുടെ മരണത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പിന്നിൽ ആരാണെന്നാണ് ഇറാൻ അറിയേണ്ടത്. അതറിഞ്ഞിട്ട് മറുപടി തരാമെന്ന നിലപാടാണ് ഖമനേയിക്കുള്ളത്. എന്നാൽ ഇറാനിൽ നിന്ന് തന്നെയാണ് റൈസിക്ക് കുറിവെച്ചതെന്നും ആരോപണമുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് വഴിയെ അറിയാം. റഷ്യ ഉൾപ്പെടെയുള്ളവരും അന്വേഷണത്തിലാണിപ്പോൾ. കനത്ത മഞ്ഞിൽ നിയന്ത്രണം നഷ്ടമായ യുഎസ് നിർമ്മിത ബെൽ 212 ഹെലികോപ്റ്റർ ഇടിച്ചിറങ്ങുകയായിരുന്നുവെന്നാണ് ഇറാൻ അധികൃതരുടെ വിശദീകരണം. അതേസമയം 8 പേർ കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറാനെ സഹായിക്കുമെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ തകർന്നതിന്റെ കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇറാനെ സഹായിക്കാൻ മോസ്കോ തയ്യാറാണെന്ന് റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി സെർജി ഷോയിഗു പറഞ്ഞു. റഷ്യയുടെ യഥാർത്ഥ സുഹൃത്തായിരുന്നു ഇബ്രാഹിം റൈസി എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്ക് അയച്ച അനുശോചന സന്ദേശത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അനുസ്മരിച്ചിരുന്നു. റഷ്യയും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ നൽകിയ സാങ്കേതിക സഹായം ഉപയോഗിച്ചാണ് കാണാതായ ഹെലികോപ്റ്റർ കണ്ടെത്തിയത്. ഹെലികോപ്റ്റർ അപകടം അസ്വാഭാവികമെന്ന അഭ്യൂഹമുയർത്തി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച സജീവമാണ്. ഇറാനും ഇസ്രയേലും തമ്മിൽ സംഘർഷാവസ്ഥയുള്ള രാഷ്ട്രീയ പശ്ചാത്തലവും ഇസ്രയേലും അസർബൈജാനും തമ്മിലുള്ള ബന്ധവും ചൂണ്ടിക്കാട്ടിയാണ് പലരും സംശയം ഉന്നയിക്കുന്നത്. ഇറാനിൽ 5 ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി. ഇടക്കാല പ്രസിഡന്റായി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബറിനെ നിയമിച്ചിട്ടുണ്ട്. ഉപവിദേശകാര്യമന്ത്രി അലി ബാഖിരി ഖനിക്ക് വിദേശകാര്യമന്ത്രിയുടെ താൽക്കാലിക ചുമതല നൽകി. 50 ദിവസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും. തിങ്കളാഴ്ച രാവിലെ അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. റൈസിയുടെ ഭൗതിക ശരീരം രാജ്യ തലസ്ഥാനത്തെത്തിച്ച് ജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം നൽകിയ ശേഷം ജന്മദേശമായ മഷ്ഹദിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് ഖബറടക്കം.